തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം കേരളത്തിൽ ഇന്ന് നിരവധി ആളുകൾക്കാണ് ദിവസേന കടിയേറ്റ് അവരുടെ ജീവിതം ദുസ്സഹമാകുന്നത്. ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മുഴുവനും മാറ്റിപ്പാർപ്പിക്കണം. ഇന്നിപ്പോൾ തെരുവ് പട്ടികൾക്ക് ജീവിതമില്ല, മനുഷ്യർക്ക് ജീവിതമില്ല എന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. തെരുവ് നായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകുകയാണ്. വർഷം തോറും ആയിരക്കണക്കിന് തെരുവുനായ്ക്കളാണ് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം തെരുവുനായ്ക്കൾ ഇന്ന് കേരളത്തിലുണ്ടാകും. അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കണം. ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇതിന് പരിഹാരം കാണണം. ഈ തെരുവ് പട്ടികളെ മുഴുവനും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ഷെൽട്ടറുകൾ പണിതോ അതല്ലെങ്കിൽ ഡോഗ് പാർക്കുകൾ നിർമ്മിച്ചോ ഇവരെ ഇവിടുന്ന് മാറ്റി ജനങ്ങളെ സുരക്ഷിതരാക്കണം. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്കും നല്ല ജീവിതം കൊടുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലുവാൻ പാടില്ല. അതുകൊണ്ട് ദയാവധം പോലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഷെൽട്ടർ കൊടുക്കുക. അതല്ലെങ്കിൽ തെരുവുപട്ടികൾ എല്ലാം ഇങ്ങനെ പേ പിടിച്ച് മനുഷ്യരെ കടിച്ചു കീറുമ്പോൾ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം. കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതന്നെ സ്ഥിതി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പറയുന്നത് തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രങ്ങളിൽ മാറ്റണമെന്ന് തന്നെയാണ്. 99% ആളുകളുടെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ABC റൂള്, വന്ധീകരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാതെ ഇതിനൊരു പരിഹാരം കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി വേദനയോടെ ജോസ് മാവേലി.